ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ വീഡിയോ എടുത്തിട്ട് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുകളിലായിട്ടുണ്ട്. കാരണം ജൂൺ 1 എടുത്ത വീഡിയോ ആണിത്. ഇത്രയും നാളും ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. കാരണം ഫുൾ ഷേക്കിംഗ് ഒക്കെ ആയിട്ട് വീഡിയോ എടുത്തത് എനിക്ക് ഒരു തൃപ്തിപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടെന്ന് കരുതിയതാണ്. അപ്പോൾ പിന്നെ വീണ്ടും വിചാരിച്ചു, എന്തായാലും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടെടുത്തതല്ലേ, അപ്പോൾ പിന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനും ചേട്ടനും മോളും പിന്നെ അച്ചാച്ചൻ വരുന്നില്ല എന്ന് പറഞ്ഞതാണ്. അച്ചാച്ചനെ അവിടെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് അച്ചാച്ചനെ എടുത്ത് കാറിലിരുത്തി നമ്മളെല്ലാവരും കൂടി ഒരു ക്ഷേത്രം വരെ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മളിവിടെ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തു. കാരണം കഴിഞ്ഞ വർഷം കൊട്ടിയൂരിൽ നിന്ന് വാങ്ങിച്ച ജടപ്പൂവ് കാറിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏതെങ്കിലും ജലത്തിൽ ഒഴുക്കണം. അപ്പോൾ അവിടെ നിക്ഷേപിച്ചു. ഇപ്പോൾ ഇരുട്ടിയെത്തി. ഇതുകൊണ്ട് കല്യാടുന്ന് കൊട്ടിയൂർ വരെ 45 കിലോമീറ്ററോളം ഉണ്ട്. ഒരു 1-1.5 മണിക്കൂർ, അത്രയും വേണ്ട. അച്ചാച്ചൻ എന്തോ ബാക്കിലിരിപ്പുണ്ട്. മോള് നല്ല ഉറക്കമാണ്. അവൾ ഉറങ്ങുന്ന ടൈമാണ്. നല്ല മഴക്കോളുണ്ട്. ഞാൻ മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ വേറൊരാൾ മഴ പെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നത് കേട്ടു. മഴയത്ത് അമ്പലത്തിൽ പോയി തൊഴുന്നതാണ് അതിൻ്റേതായ ഒരു സുഖം എന്നാണ് ചേട്ടൻ പറയുന്നത്. അതെ, നമ്മൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ 2 ക്ഷേത്രങ്ങളാണ് അവിടെ ഉള്ളത്, അക്കരെ കൊട്ടിയൂറും ഇക്കരെ കൊട്ടിയൂറും. അക്കരെ കൊട്ടിയൂരിൽ 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്, മെയ് ജൂൺ മാസങ്ങളിലായിട്ട്. അപ്പോൾ ഉത്സവ സമയത്ത് മാത്രമേ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനമുള്ളൂ. ഉത്സവ സമയങ്ങളിൽ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിൽ വാവലിപ്പുഴയുടെ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ ക്ഷേത്രം. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ മഴ പെയ്തു തുടങ്ങി. പുറത്തിന് നല്ല ട്രാഫിക്കും ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, അത് പറയുക. ഏതാണ്ട് കൊട്ടിയൂർ എത്താറായിന്ന് തോന്നുന്നു. മഴ വന്നും പോയി ആയിട്ട് നിൽക്കുവാണ്. ആ കാണുന്ന മല കണ്ടോ? ആ മല കണ്ടപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അവിടെ ആൾതാമസം കാണുമോ? അതിൻ്റെ പേരെന്ത്? ആ മല എവിടെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്? അപ്പം ചേട്ടൻ, നീ ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്കും പറയാൻ അറിഞ്ഞൂടാ, അതേതാണ്ട് അടുത്തൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് ചേട്ടൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ സംശയങ്ങളൊക്കെ തോന്നും. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംശയങ്ങൾ തോന്നാറുണ്ടോ? അതൊക്കെ വിടും. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ പോകുന്ന വണ്ടികളെല്ലാം കൊട്ടിയൂർ പോകുന്ന വണ്ടികളായിരിക്കും. എന്നല്ല, നല്ല തിരക്കായിരിക്കും. ചേട്ടൻ പറയുന്നുണ്ട് നല്ല തിരക്കായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ മോള് കുറച്ച് കുഞ്ഞിതായിരുന്നു, നമ്മുടെ കയ്യിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു പ്രായമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, മോൾ അടങ്ങിയിരിക്കുമോ? കാരണം എന്തായാലും അമ്പലത്തിൽ ചെന്ന് ക്യൂ കാണും. ക്യൂ നിന്നേ നമുക്ക് തൊഴുത് ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതാ കൊട്ടിയൂർ എത്തിയിട്ടുണ്ട്. ഒരു കഫേ ഉണ്ട്. അപ്പോൾ ഞാൻ കൊട്ടിയൂർ എത്തി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. നമ്മളിതാ എത്തിക്കഴിഞ്ഞു, അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞു. ഇതാ ഈ ജടപ്പൂവിൻ്റെ സ്റ്റോളൊക്കെ കണ്ടപ്പോഴത്തേക്കും മനസ്സിലായി നമ്മൾ കൊട്ടിയൂർ എത്തി. അപ്പോൾ നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കാർ പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മുകളിലായിട്ടാണ്, അതായത് കാർ പാർക്കിങ്ങിൻ്റെ അവിടെ ഏകദേശം മുകളിലായിട്ട് തന്നെയായിരുന്നു നമ്മൾ പാർക്ക് ചെയ്തത്. പക്ഷേ ഈ പ്രാവശ്യം നല്ല തിരക്ക്, കുറച്ച് താഴോട്ട് അവർ പോകാൻ പറഞ്ഞു. അവിടെ എന്തോ പാസ്സുണ്ട്, പാർക്കിങ്ങിന് കയറുന്നതിന് മുമ്പായിട്ട് എന്തോ ഒരു പാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഏതാണ്ട് ആ പുഴയുടെയൊക്കെ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കാർ പാർക്ക് ചെയ്തത്. പക്ഷേ അവിടെ നിന്ന് നടന്ന് അമ്പലത്തിലോട്ട് വലിയ ദൂരം തോന്നിയില്ല. പക്ഷേ പാർക്കിംഗ് കുറച്ച് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് താഴോട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് നമ്മളിവിടെ പാർക്കിംഗ് ചെയ്തിട്ട് മഴ നല്ലതായിട്ട് പൊടിയുന്നുണ്ട്. ചെരുപ്പ് കാറിലിട്ടിട്ട് നമ്മൾ പോകുന്നത്. അച്ഛനും ചേട്ടനും മോളും ഒക്കെ നല്ല സ്പീഡിൽ നടന്നുകൊണ്ട് എനിക്കാണെങ്കിൽ നടക്കാനും പറ്റുന്നില്ല. ഈ കുഞ്ഞു കല്ലുകളിൽ ചവിട്ടിയിട്ടാണെങ്കിൽ എന്തോ ചെരുപ്പ് എന്നെക്കൊണ്ട് പറ്റില്ല. പക്ഷെ മോളൊക്കെ നല്ലതായിട്ട് നടന്നു പോകണം. എനിക്ക് പക്ഷേ ഭയങ്കര കാല് വേദനിച്ചു. നല്ല തിരക്കുണ്ട്. ഇതാ ഇപ്പം നമ്മൾ ക്യൂവിൽ നിന്ന് ഇങ്ങനെ പോവാണ്. മോള് നല്ല കരച്ചിലും നല്ല വാശിയും നല്ല കരച്ചിലുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, അവൾക്ക് ആ വെള്ളത്തിൽ ഇറങ്ങി കളിക്കണം, അതേ ഉള്ളല്ല, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാ നല്ല ക്യൂ, നമ്മൾ എഴുതാണ്ട് എത്താറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വെള്ളത്തിൽ ഇറക്കിയപ്പോഴാണ് മോളുടെ കരച്ചിൽ നിന്നത്. എന്തായാലും മോൾക്ക് ആശ്വാസമായി. നമ്മളപ്പോൾ തൊഴുതൊക്കെ ഇറങ്ങി. നല്ല തിരക്കുണ്ട്. എനിക്ക് അതൊന്നും അങ്ങനെ വീഡിയോ ഞാൻ എടുത്തില്ല. പിന്നെ അവിടെ നമ്മൾ തൊഴുത് കഴിഞ്ഞ് നേരെ നമ്മൾ
പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് പോവാണ്. ദാ കുറ്റാക്കൂരുരുട്ട്. എല്ലാവരും നല്ല സ്പീഡിലാണ് പോകണമെങ്കിൽ എനിക്കാണെങ്കിൽ നടക്കാനും പറ്റുന്നില്ല. ഇവിടെ ആരും ഇല്ലേ? ഉണ്ട് ചേട്ടൻ ദോ പോകുന്നു. അപ്പോൾ നമ്മൾ വലുതായിട്ട് എങ്ങും അങ്ങനെ ചുറ്റി കാണാനൊന്നും നിന്നില്ല. ജസ്റ്റ് മോളുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു കളിപ്പാട്ടം മേടിച്ച് കൊടുത്തു മോൾക്ക് ഇവിടുന്ന്. പിന്നെ ആ കാണുന്ന കടയിലൊക്കെ ഒന്ന് കയറി. അങ്ങോട്ടൊന്നും പോയില്ല, മഴയൊക്കെ കാരണം പോയില്ല. പിന്നെ 2-3 ഐസ്ക്രീമും കൂടി കുടിച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡും കഴിച്ച് നേരെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ.